Hi everyone, good morning. In the last class we have discussed what is training and definition of training. ഇനി ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിഫറൻസ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഡിഫറൻസ്, ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, നീഡ് ആൻഡ് യൂസേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. എന്തിനാണ് ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണത്? നിങ്ങൾക്ക് സെൽഫായിട്ട് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ ഇതല്ല കേട്ടോ, കാരണം ഒരുപാട് കേട്ടുവരില്ല എന്തിനാണ് ട്രെയിനിങ് നടത്തണേ. പിന്നെ ആ ട്രെയിനിങ് നടത്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനുള്ള സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള യൂസേഴ്സ് ഓർ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്. അപ്പം ഇങ്ങനെ 3 ടോപ്പിക്കാണ് നമ്മളിവിടെ കവർ ചെയ്യണേ. നീഡ് ഫോർ ട്രെയിനിങ്, ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്, തേർഡ് വൺ അഡ്വാൻറ്റേജസ് ഓർ യൂസസ് ഓഫ് ട്രെയിനിങ്. ദ ഫസ്റ്റ് ഈസ് നീഡ്. ഒരു 8 ആവശ്യകതയാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത്. ഹയർ പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, റിഡക്ഷൻ ഓഫ് ലേണിംഗ് ടൈം, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, റിഡക്ഷൻ ഓഫ് ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം, ടെക്നോളജി അപ്ഡേറ്റ്, ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ മൊബിലിറ്റി. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണതെന്ന്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് 1 by 1 കാണാം ഇൻ ഡീറ്റെയിൽ ആയിട്ട്. The need for training of employees arise due to the following factors. താഴെ പറയുന്ന ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത വരണത്. ദ ഫസ്റ്റ് വൺ ഈസ് ഹയർ പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാം, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മീറ്റ് ദ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. നമ്മുടെ ഓർഗനൈസേഷന് മാർക്കറ്റിൽ ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. അങ്ങനെ ഹൈ കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ ആ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും വേണം, അതോടൊപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും വേണം. സോ ഇഫക്റ്റീവ് ട്രെയിനിങ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ് ബൈ ഇമ്പോർട്ടിംഗ് ദ റിക്വയർഡ് സ്കിൽ. നമുക്ക് പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും? എംപ്ലോയീസിന് മാക്സിമം സ്കില്ല്, ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കില്ല് വേണോ അത് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് കൊടുത്തതുകൊണ്ട്, എങ്ങനെ കൊടുക്കുക? നല്ലൊരു ഇഫക്റ്റീവ് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണ്? കോമ്പറ്റീഷനെ, മാർക്കറ്റിലെ കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുക. ആൻഡ് ദിസ് ക്യാൻ ബി ഡൺ ഓൺലി ത്രൂ ഇഫക്റ്റീവ് ട്രെയിനിങ്. അതാണ് ഒന്നാമത്തെ ആവശ്യം. 2, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോമ്പറ്റീഷൻ മാർക്കറ്റിലുള്ളപ്പോൾ തന്നെ ദ കസ്റ്റമേഴ്സ് ഹാവ് ബിക്കം വെരി ക്വാളിറ്റി കോൺഷ്യസ് ആൻഡ് ദ റിക്വയർമെൻറ്റ് കീപ്പ് ഓൺ ചേഞ്ചിങ്. അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇസ് എ കിങ് ഇൻ ദ മാർക്കറ്റ്. സോ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ് ഈസ് ഓൾവേസ് കീപ്പ് ഓൺ ചേഞ്ചിങ്. മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് എനിക്ക് ഉള്ള ആഗ്രഹമാവില്ല നാളെ. എൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, ഇൻട്രസ്റ്റ് എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ്, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി ഇംപ്രൂവ്ഡ് ത്രൂ ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ മാറുന്ന ചേഞ്ചുകൾ, റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നും ഒരേ സാധനമാണ് കൊടുക്കണമെങ്കിൽ ആൾക്കാർക്ക് വേണ്ട. അവർക്ക് എപ്പോഴും എന്ത് വേണം? ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് വേണം. അപ്പോൾ രണ്ടാമത്തെ ആവശ്യം എന്താണ്? ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ. ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ത്രൂ ഇഫക്റ്റീവ് ട്രെയിനിങ്. തേർഡ് വൺ ഈസ് റിഡക്ഷൻ ഓഫ് ലേണിംഗ് ടൈം. നമുക്കൊരു കാര്യം, നമ്മളൊരു ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്താൽ അവിടെ നിന്ന് ആ ജോലിയെ പറ്റി പഠിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. എന്നാൽ നമ്മൾ വന്ന് 2 ദിവസം നമുക്കൊരു പ്രോപ്പർ ട്രെയിനിങ് അവർ തന്നാൽ പിന്നെന്താണ്? ഒട്ടും ടൈം ലാഗ് ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് ആ ജോലിയിലേക്ക് അഡാപ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് റിഡക്ഷൻ ഓഫ് ലേണിംഗ് ടൈം. സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ത്രൂ ട്രെയിൻഡ് ഇൻസ്ട്രക്ടേഴ്സ് is essential to reduce the training period. If the workers learn through trial and error, they will take a longer time and even may not be able to learn right methods of doing work. നമ്മളൊരാളെ അപ്പോയിൻ്റ് ചെയ്ത് അയാളോട് എന്താ പറയുക, ഒരു എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത് നോക്കുക, ശരിയായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുക്കുക, പിന്നെയും തെറ്റുക, പിന്നെയും പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ടേക്സ് ലോങ് ടൈം, ഒരുപാട് സമയം എടുക്കും. അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് നല്ലൊരു ട്രെയിനിങ്, അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഇൻസ്ട്രക്ടറുടെ കയ്യിൽ നിന്നൊരു ട്രെയിനിങ് കിട്ടിയാൽ പഠിക്കാനുള്ള സമയം അത് കുറയ്ക്കും.
Okay. Fourth one is industrial safety. Industrial safety എന്ന് പറഞ്ഞാൽ the trained workers can handle the machine safely. നല്ലോണം ട്രെയിനിങ് കിട്ടിയ ഒരു എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് മെഷീൻ വളരെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വേസ്റ്റേജ് അവിടെ കുറയും, ഡാമേജ് കുറയും, ആക്സിഡൻറ്റ്സ് കുറയും. ഓക്കെ. ആൻഡ് ഓൾസോ ദേ മേ നോ ദ വേരിയസ് യൂസ് ഓഫ് സേഫ്റ്റി ഡിവൈസസ് ഇൻ ദ ഫാക്ടറി. ആ ഫാക്ടറിയിലെ ഓരോ സേഫ്റ്റി ഡിവൈസസും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടും. ദസ് ദർ ആർ ലെസ് പ്രോൺ ടു ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. അപ്പോൾ എന്ത് കുറയും? ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് കുറയും, മെഷീനറി ഡാമേജസ് ബ്രേക്ക് ഡൗൺസ് കുറയും, വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ കുറയും. അതാണ് അടുത്ത നീഡ്. മനസ്സിലായോ? അപ്പോൾ 4 കണ്ടു നമ്മൾ. ഹയർ പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, റിഡക്ഷൻ ഓഫ് ലേണിംഗ് ടൈം, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. The next one is reduction of turnover and absenteeism. Turnover എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിൻ്റെ പിരിഞ്ഞു പോവൽ കുറയും, അതുപോലെ ആബ്സെൻറ്റീസവും കുറയും. അതെങ്ങനെയാണ്? ട്രെയിനിങ് ഹെൽപ്സ് the workers feel a confidence in their minds. It gives them a security of their job. As a result, labor turnover and absenteeism rate are reduced. എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെ ഉള്ളിലും അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. എനിക്ക് ഈ വർക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ടാവും. അങ്ങനെ ട്രെയിനിങ് ഇമ്പാർട്ട്സ് കോൺഫിഡൻസ് ഇൻ ദ വർക്ക് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദേ ഫീൽ സെക്യൂരിറ്റി അറ്റ് ദെയർ വർക്ക് പ്ലേസ്. ഞങ്ങൾ സെക്യൂർഡ് ആണ്, കാരണം എനിക്ക് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ സെക്യൂർഡ്, എൻ്റെ ജോലി സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ടേൺ ഓവറും ആബ്സെൻറ്റീസും റെഡ്യൂസ് ചെയ്യും. ദ നെക്സ്റ്റ് ഈസ് ടെക്നോളജി അപ്ഡേറ്റ്. ടെക്നോളജി നമുക്കറിയാം ഈസ് ചേഞ്ചിങ് അറ്റ് എ ഫാസ്റ്റ് പേസ്. ടെക്നോളജി ഡേ ബൈ ഡേ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ വർക്കേഴ്സ് മസ്റ്റ് ലേൺ ദ ന്യൂ ടെക്നിക്സ് ടു മേക്ക് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മാറി വരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ എംപ്ലോയീസിന് അറിയണം എന്ത്? ന്യൂ ടെക്നിക്സ് അവർ പഠിക്കണം. Thus, training should be treated as a continuous process to update the employees in the new methods and procedures. മാറി വരുന്ന പുതിയ ടെക്നിക്കുകൾ, പ്രൊസീജിയറുകൾ, മെത്തേഡ് പഠിക്കാനുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ത്? ട്രെയിനിങ്. ഓക്കെ. അപ്പോൾ ടെക്നോളജി അപ്ഡേറ്റിനും ട്രെയിനിങ് എസെൻഷ്യലാണ്. നെക്സ്റ്റ്, ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹിയർ ട്രെയിനിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇഫക്റ്റീവ് ടൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. It develops skills among workers and prepare them for handling present and future jobs. ട്രെയിനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് തന്നെ ടു മേക്ക് ദ എംപ്ലോയീസ് ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജോബ്സ്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ജോലിയും ചെയ്യാൻ പാകത്തിന് അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ പർപ്പസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിൻ്റെയും കൺട്രോളിൻ്റെയും ഇഫക്റ്റീവ് ടൂളായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ട്രെയിനിങ്ങിനെ കരുതാം. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ അവിടെ സൂപ്പർവിഷൻ എങ്ങനെ മതി? കുറവ് മതി. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ കുറയ്ക്കാം, വേസ്റ്റേജ് കുറയ്ക്കാം, ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. സോ ദ ട്രെയിനിങ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ, ദെൻ വേസ്റ്റേജസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. It also helps in increasing the productivity and quality improvement, which are the cherished goals of any modern organization. ഏത് മോഡേൺ ഓർഗനൈസേഷൻ എടുത്താലും അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയാവുന്ന എന്താ? ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസും. അങ്ങനെയാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ട്രെയിനിങ് ഏറ്റവും എസെൻഷ്യലാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റേർണൽ മൊബിലിറ്റി. ഇൻറ്റേർണൽ മൊബിലിറ്റി എങ്ങനെയൊക്കെയാണ് നമ്മൾ മുൻപേ കണ്ടു അല്ലേ? എങ്ങനെയൊക്കെയാണ്? ട്രാൻസ്ഫർ ആവാം, പിന്നെ പ്രൊമോഷൻ ആവാം, ഡിമോഷൻ ആവാം. അങ്ങനെ ബിഫോർ ട്രെയിനിങ് ഈസ് ടു ബി പ്രൊവൈഡഡ് ടു ഓൾ ദി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ബിഫോർ എംപ്ലോയീസ് ആർ ആസ്ക്ഡ് ടു പെർഫോം ന്യൂ ജോബ്സ്. ഒരു പുതിയ ഇൻറ്റേർണൽ മൊബിലിറ്റിയിലൂടെ വരുന്ന പുതിയ ജോലി അസൈൻ ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതാണ് ഇത്രയും 8 പോയിൻ്റാണ് നമ്മൾ എന്തിൽ കണ്ടത്? നീഡ്, ട്രെയിനിങ്ങിൻ്റെ ആവശ്യകതയിൽ കണ്ടത്. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. പ്രൊഡക്ടിവിറ്റി ഹയർ ആക്കാനായിട്ട്, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന്, ലേണിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, റിഡക്ഷൻ ഓഫ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം, ടെക്നോളജി അപ്ഡേറ്റ്, ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ മൊബിലിറ്റി.
ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കുറച്ച് റിപ്പീറ്റിംഗ് ആണ്, ഇത് തന്നെ അവിടെയും വരൂ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ്. അപ്പം നീഡ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതും ഒക്കെ കോമൺ തന്നെയാണ്. അതുകൊണ്ട് കുറേ പോയിന്റ്സ് നമുക്ക് കോമൺ ആയിട്ട് കാണാം ഇവിടെ. എന്തിനാണ് ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ് കൊടുക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിങ് എംപ്ലോയി വീക്ക്നെസ്സസ്, better performance, less supervision, economy in the use of material and equipment, increased morale, uniformity and standardization, less learning time, effective management, filling human resource requirement. അപ്പോൾ ഇതിൽ കുറേ പോയിന്റ് നമ്മൾ നീഡിൽ കണ്ടത് സെയിം തന്നെ ഇവിടെ പറയണേ. നമുക്ക് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ചോദിച്ചാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിങ് എംപ്ലോയി വീക്ക്നെസ്സസ്. എംപ്ലോയിയുടെ വീക്ക്നെസ് അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സഹായിക്കണം? ട്രെയിനിങ് സഹായിക്കണമെന്ന്. മോസ്റ്റ് വർക്കേഴ്സ് ഹാവ് സം വീക്ക്നെസ്സസ് ഇൻ ദെയർ വർക്ക് പ്ലേസ് വിച്ച് എന്താണ് ഹിൻഡർ ദം, അവരെ തടസ്സപ്പെടുത്തണം, വിച്ച് ഹിൻഡേഴ്സ് ദം ഫ്രം ഗിവിങ് എ ബെസ്റ്റ് സർവീസസ്. ഏത് എംപ്ലോയി എടുത്താലും അവർക്ക് വർക്ക് പ്ലേസിൽ ചില വീക്ക്നെസ്സസ് ഉണ്ടാവും. ആ വീക്ക്നെസ് ഉള്ളത് കൊണ്ട് അവർക്ക് മാക്സിമം അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ട്രെയിനിങ് അസിസ്റ്റ് ഇൻ എലിമിനേറ്റിംഗ് ദീസ് വീക്ക്നെസ്സസ് ബൈ സ്ട്രെങ്തനിങ് വർക്കേഴ്സ് സ്കിൽസ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണേ? ഒരു വർക്കർക്ക് എന്തൊക്കെ സ്കില്ല് ആവശ്യമുണ്ടോ ആ സ്കില്ലിനെ മാക്സിമം സ്ട്രെങ്തൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ വീക്ക്നെസ് അവിടെ എന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എ വെൽ ഓർഗനൈസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഹെൽപ്സ് എംപ്ലോയീസ് gain similar skill and knowledge, thus bringing them all to a higher uniform level. This simply means that the whole workplace is reliable, so the company or organization doesn't have to rely only on specific employees. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് വീക്ക്നെസ് ഉള്ള എംപ്ലോയീസ് നല്ല എംപ്ലോയീസ് എന്നുള്ള വേർതിരിവ് അവിടെ ഇല്ല. എല്ലാ എംപ്ലോയീസിനും യൂണിഫോം ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടോ അതിനെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് എംപ്ലോയീസിന് ആ ജോലി ചെയ്യാൻ ആവശ്യമുള്ള സ്കില്ലിനെ മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും യൂണിഫോം സ്റ്റാൻഡേർഡ് ലെവലിലെത്തും. അപ്പോൾ ഓർഗനൈസേഷൻ എന്താണ്, ഒരു പെർട്ടിക്കുലർ എംപ്ലോയീസിനെ കൂടുതൽ റിലേ ചെയ്യേണ്ട കാര്യമില്ല. ഓൾ ദ വർക്ക് ഫോഴ്സ് വിൽ ബി ഇൻ ദ സെയിം സ്കിൽ ആൻഡ് എബിലിറ്റി. അവരുടെ വീക്ക്നെസ് അവിടെ നമ്മൾ എടുത്ത് കളയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. 2, ബെറ്റർ പെർഫോമൻസ്. അത് നമുക്ക് ഉണ്ടാക്കി ചെയ്താലോ. എന്താ ബെറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഹെൽപ്സ് ദ എംപ്ലോയീസ് ടു ഇൻക്രീസ് ദ സ്കിൽ ആൻഡ് ദ പെർഫോംസ് ബെറ്റർ ജോബ് ദാൻ ബിഫോർ. ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സ്കില്ല് കൂടും. അപ്പോൾ അവർ മുൻപ് എങ്ങനെയാണോ വർക്ക് ചെയ്തിരുന്നത് അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. അങ്ങനെ ആകുമ്പോൾ എന്താവും, അവർ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി കൂടും. ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി കൂടും, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടും. പ്രൊഡക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുക, പിന്നെ അവരുടെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരിക. അങ്ങനെ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഇൻക്രീസ് വരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ലെസ് സൂപ്പർവിഷൻ. ഓക്കെ, ട്രെയിൻഡ് വർക്കർ, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്താ, ഡസ് നോട്ട് കമ്മിറ്റ് എനി മിസ്റ്റേക്സ്. അവർക്ക് എന്ത് വരില്ല, മിസ്റ്റേക്ക് വരില്ല. ഹി നോസ് ദ ജോബ് വെൽ. എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ കഴിവുകൾ അയാൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഹിസ് വർക്ക് റിക്വയേഴ്സ് ലെസ് സൂപ്പർവിഷൻ. അയാളുടെ വർക്കിന് ലെസ് സൂപ്പർവിഷൻ മതി. ദ സൂപ്പർവൈസർ ക്യാൻ ഡിവോട്ട് ഹിസ് ടൈം ഫോർ മോർ അർജൻറ്റ് വർക്ക്. എ ട്രെയിൻഡ് വർക്കർ ഈസ് സെൽഫ് റിലയൻറ്റ്. ട്രെയിൻഡ് വർക്കർ എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയൻ്റ് ആണ്. അയാൾക്ക് വേണ്ടിയിട്ട് സൂപ്പർവൈസർ അധിക സമയം ചിലവാക്കേണ്ടതില്ല. സൂപ്പർവൈസർ ക്യാൻ ഡിവോട്ട് ഹിസ് ടൈം ഫോർ അർജൻറ്റ് അതർ വർക്ക്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഇക്കണോമി ഇൻ യൂസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ്സ്. Here the trained employee knows how to handle the machine safely and also he knows other safety devices in the factory. ട്രെയിനിങ് കിട്ടിയ എംപ്ലോയി എന്ന് പറയുമ്പോൾ മെഷീൻ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ അയാൾക്കറിയാം. ആ ഫാക്ടറിയിലെ ട്രെയിനിങ് സേഫ്റ്റി ഡിവൈസസ് എന്തൊക്കെയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഓൾ ദ വേസ്റ്റേജസ് വിൽ ബി അവോയ്ഡഡ്. മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നതിലും മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള വേസ്റ്റേജ് അവിടെ ഉണ്ടാവില്ല. And also he do not cause any damage to machine and equipment because they know how to use them. So the wastage of material and damages of the machinery
and equipments are very low in case of a trained worker. It helps in reducing കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ മെഷീൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവില്ല, മെഷീന് ഡാമേജ് ഉണ്ടാവില്ല, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവില്ല, മെറ്റീരിയൽ കോസ്റ്റ് വേസ്റ്റേജ് ഉണ്ടാവില്ല. അങ്ങനെ ഓവറോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ട്രെയിനിങ്ങിലൂടെ സാധിക്കും. ദെൻ 5th പോയിന്റ് ഈസ് ഇൻക്രീസ്ഡ് മൊറൈൽ. എന്താ മൊറൈൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കൂട്ടുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ട്രെയിനിങ്ങിലൂടെ എയിം ചെയ്യണത്. ട്രെയിനിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഔട്ട്ലുക്ക് ഓഫ് ദ വർക്കേഴ്സ് ബിസൈഡ്സ് ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ. അവരുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡിലും ഔട്ട്ലുക്കിലും മൊത്തത്തിലുള്ള ഒരു ചേഞ്ചാണ് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ എയിം ചെയ്യണത്. എ ട്രെയിൻഡ് വർക്കേഴ്സ് മൊറൈൽ ഇൻക്രീസസ് ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ഹി ഗെറ്റ്സ് ഫ്രം ദി സുപ്പീരിയർ അറ്റ് ദ വർക്ക് പ്ലേസ്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് വർക്ക് പ്ലേസിൽ സുപ്പീരിയറായിട്ട് കിട്ടുന്ന ആ ഒരു ഇൻറ്റിമസി കൊണ്ട് തന്നെ ആ ഓർഗനൈസേഷനോടുള്ള ലോയൽറ്റി, എൻകറേജ്മെൻറ്റ്, സപ്പോർട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് മൊറയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹിസ് ഒപ്പീനിയൻ ഈസ് റെസ്പെക്റ്റഡ്. അയാൾ എന്ത് അഭിപ്രായമാണ് പറയണത് അത് ബഹുമാനപൂർവ്വമാണ് ആരെടുക്കുന്നത്, സുപ്പീരിയർ എടുക്കുന്നത്. Supervisor also obtain cooperation from all the workers. This makes workers loyal to the organization. അങ്ങനെ ട്രെയിനിങ് പീരീഡിൽ സുപ്പീരിയറും വർക്കറും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇൻറ്റിമസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, വർക്കേഴ്സിന് ആ കമ്പനിയോട് ഒരു ലോയൽറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് യൂണിഫോമിറ്റി ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. Training provides to workers enables uniformity in work and standardization of methods in performing the job. ഇവിടെ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ ആ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ വർക്ക് യൂണിഫോം ആവും. ഞാൻ പറഞ്ഞു എല്ലാ വർക്കേഴ്സും ഒരേപോലെ എന്താവും, സ്കിൽഡ് ആവും. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് മെത്തേഡ്സ്, അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിന് ഒന്നുകൂടി സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ മിസ്റ്റേക്സ് അവിടെ മാക്സിമം കുറയും. അതേ വർക്ക് വിത്ത് ഗ്രേറ്റസ്റ്റ് കെയർ, ഏറ്റവും ശ്രദ്ധ കൊടുത്തിട്ടാണ് അവർ പിന്നെ വർക്ക് ചെയ്യുള്ളൂ. സോ എവറിത്തിങ് ക്യാൻ ബി റീ എഞ്ചിനീയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രെയിൻഡ് വർക്ക് ഫോഴ്സ്. ആ ഓർഗനൈസേഷനിൽ അതുവരെ നിലനിന്നിരുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല ട്രെയിൻഡ് വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ റീ എഞ്ചിനീയർ ചെയ്യാം, എന്ന് വെച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും. ആൻഡ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ക്യാൻ ബി സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ്ഡ്. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ദ ലെസ് ലേണിംഗ് ടൈം, മിസ് പറഞ്ഞല്ലോ, എന്താ ലെസ് ലേണിംഗ് ടൈം? സിസ്റ്റമാറ്റിക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ ലേണിംഗ് സ്പാൻ. അയാൾക്ക് ആ വർക്ക് പഠിച്ചെടുക്കാനുള്ള സമയം അവിടെ കുറയും. ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത് വളരെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യണമെങ്കിൽ മോർ ടൈം വിൽ ബി കൺസ്യൂംഡ്. അതില്ലാതെ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് അയാൾക്ക് ആ ജോലി പഠിച്ചെടുക്കാനായിട്ട് ട്രെയിനിങ്ങിലൂടെ സാധിക്കും. നെക്സ്റ്റ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്, അതും മിസ് പറഞ്ഞു. സൂപ്പർവൈസർക്ക് ഇപ്പോൾ നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയ എംപ്ലോയി ആണെങ്കിൽ അത് പ്ലാനിങ് ആൻഡ് കൺട്രോളിന് ഉപയോഗിക്കാം. പിന്നെ സൂപ്പർവൈസർക്ക് അയാളുടെ വർക്കുകൾ എന്ത് ചെയ്യാം, കുറച്ച് പവേഴ്സ് ഈ എംപ്ലോയീസിന്, ട്രെയിൻഡ് സ്റ്റാഫിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. കാരണം അയാൾ അത് ചെയ്യാൻ പാകത്തിന് എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പം അതിന് വേണ്ടി അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഫില്ലിംഗ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്. അതെന്ന് പറയണത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം മുൻപ് മിസ് പഠിപ്പിച്ചിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് minimal requirements that is expected from a worker for doing a particular job. It includes the educational qualification, experience, skill required, etc. ഒരു പോസ്റ്റ് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സിനെയാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൽ നമ്മൾ എയിം ചെയ്യുന്നത് അങ്ങനെയാണ്, വരുന്ന വ്യക്തിയെ ആ പോസ്റ്റിലേക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പാകത്തിന് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യണേ. സോ providing training to the personnel increase the skill, knowledge and talent in them. They can make themselves capable of occupying a position at a higher level. Managers identify the capacities among the current human resources and can promote them to the higher position. In this way, the need for human resources in an organization can be fulfilled from within the organization. ഒരു വേക്കൻസി ഹയർ ലെവലിൽ വന്നാൽ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ്
ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പറയണേ. സോ ഇമ്പോർട്ടൻസ് എന്ന് പറയണതും നീഡ് എന്ന് പറയണതും ഒക്കെ മിക്സിംഗ് ആണ്, ഒരുമിച്ച് എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. ദ ലാസ്റ്റ് യൂസസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്താൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എൻഹാൻസ് സെൽഫ് കോൺഫിഡൻസ്, എംപ്ലോയീസിൻ്റെ ഇടയിൽ കോൺഫിഡൻസ് വർദ്ധിക്കും. ഏൺ മോർ മണി, കൂടുതൽ അതായത് പ്രൊഡക്ടിവിറ്റി കൂടും, അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വരും, കമ്പനിയുടെ പ്രോഫിറ്റ് കൂടും, അങ്ങനെ മണി കൂടുതൽ ഏൺ ചെയ്യും. ഹാൻഡിൽ മെഷീൻ സേഫ്ലി, അഡോപ്റ്റ് ന്യൂ അസൈൻമെൻറ്റ്, ഹയർ ലെവലിലൊരു അസൈൻമെൻറ്റ് വന്നാൽ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ട്രെയിനിങ് കിട്ടിയ എംപ്ലോയിക്ക് സാധിക്കും. ഒബ്റ്റെയിൻ പ്രൊമോഷൻ ക്വിക്കലി, ഏത് ലെവലിലും പ്രൊമോഷന് സാധ്യതകൾ വന്നാൽ അത് പെട്ടെന്ന് തന്നെ അയാൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അക്വയർ ന്യൂ ടെക്നോളജി, ട്രെയിനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞേ? ടെക്നോളജി അപ്ഡേറ്റ് ആണ് ചെയ്യുന്നത്, അപ്പോൾ പുതിയ ടെക്നോളജി അക്വയർ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ സ്ട്രെസ്, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, വർക്ക് പ്ലേസിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ് ഇതൊക്കെ ട്രെയിനിങ്ങിലൂടെ മാറ്റാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ട്രെയിനിങ്ങിൽ സ്കില്ല് ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല ചെയ്യണേ, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഔട്ട്ലുക്ക് ഒക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് മാറ്റി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ എന്ത് വരും? ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. അതുകൊണ്ട് വർക്ക് പ്ലേസിലുള്ള കോൺഫ്ലിക്റ്റുകളും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ, മേക്ക് ബെറ്റർ ഡിസിഷൻ ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഈസിലി. ഒരു ക്രൈസിസ് വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവിടെ ഏറ്റവും നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാനായിട്ട് ട്രെയിൻഡ് എംപ്ലോയീസിന് സാധിക്കും. ഇതാണ് അഡ്വാൻറ്റേജസ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഇറ്റ്സ് വെരി സിമ്പിൾ ടോപ്പിക്. നമുക്കറിയാം എന്തിനാണ് ട്രെയിനിങ് എന്നുള്ളത്, നമുക്ക് എല്ലാവർക്കും ആലോചിച്ച് എഴുതാവുന്ന കാര്യമുള്ളൂ. സോ ട്രെയിനിങ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ് പ്രോസസ്സ്. ആസ് എ കൺക്ലൂഷൻ നമുക്ക് പറയാം, എന്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞ് നിർത്തുന്ന ഒരു കേസല്ല, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഓക്കെ, ദാറ്റ്സ് എൻഡ് ഓഫ് ടുഡേയ്സ് സെഷൻ. താങ്ക് യു.